ആദ്യം പാലക്കാടേക്ക് പോയാൽ പാലക്കാട് ശക്തമായ മഴയെ തുടർന്ന് മലമ്പുഴ ഡാം തുറക്കും. വിവരങ്ങളുമായി അജിത് ബാബു ആണ് ചേരുന്നത്. അജിത്ത്, എപ്പോഴാണ് മലമ്പുഴ ഡാം തുറക്കുന്നത്? എവിടെയൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്? ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതിയുണ്ടോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ലക്ഷ്മി പത്മ, 10:30 തന്നെ ഇത്തരത്തിൽ മലമ്പുഴ ഡാം തുറക്കും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ അറിയിച്ചതനുസരിച്ച് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കൃത്യമായ മുൻകരുതൽ ഉൾപ്പെടെ സ്വീകരിക്കണമെന്ന് ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അറിയിച്ചിരുന്നു. ഈ വൃഷ്ടിപ്രദേശത്ത് ഉൾപ്പെടെ ശക്തമായ മഴ തുടരുന്നതിനാലാണ് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഡാം തുറക്കുന്നത്. കൽപ്പാത്തിപ്പുഴ, ഭാരതപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഡാമിൻ്റെ 4 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തുക. ഇപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള മഴ പെയ്യുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതുകൂടി തന്നെ ഈ ഡാം കൂടി തുറക്കുന്നതോടുകൂടി ഈ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്കൊക്കെ കൃത്യമായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ജൂൺ 1 മുതൽ ഇന്നലെ വരെ രേഖപ്പെടുത്തിയ കണക്ക് പ്രകാരം മലമ്പുഴയിൽ പെയ്ത മഴയുടെ തോത് എന്ന് പറയുന്നത് 346.1 മില്ലിമീറ്റർ മഴയാണ്. അതായത് വലിയ രീതിയിലുള്ള മഴയാണ് ഇവിടെ പെയ്തത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് ഡാം തുറക്കാൻ കൂടി തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഈ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ തന്നെയും ശക്തമായ മഴ പെയ്യുന്ന, സമാനമായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും അകലവാരം മലനിരകളിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ തോതുകളിലും, അതായത് കഴിഞ്ഞ വർഷങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോഴും ഈ വർഷത്തെ മഴയുടെ തോത് വലിയ രീതിയിൽ കൂടുതലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തുറക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ ആളുകളൊക്കെ തന്നെ ഈ ഡാം തുറക്കുന്നത് കാണാൻ വേണ്ടി ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 10:30 തന്നെ ഡാം തുറക്കും. അതിന് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ ഈ ഡാം തുറക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ അജിത്ത്, ഇപ്പോഴും അതിശക്തമായ മഴ പാലക്കാട് തുടരുകയാണോ? ഈ പുഴയുടെ സൈഡിൽ താമസിക്കുന്നവർ, വശങ്ങളിൽ താമസിക്കുന്നവരുടെയൊക്കെ സ്ഥിതി എന്താണ്? അവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകുമോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ഇന്നലെ വളരെ ശക്തമായ മഴയാണ്. ഇന്നലെ രാത്രി വരെ അതിശക്തമായ മഴയാണ് പാലക്കാടിൻ്റെ വിവിധ മേഖലകളിൽ പെയ്തത്. അതുമാത്രമല്ല, വലിയ തരത്തിൽ ഈ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. വിവിധ മേഖലകളിൽ അത്തരത്തിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഈ ശക്തമായ മഴയിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെയായി പാലക്കാട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും അത് പാലിക്കണമെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷേ പൂർണ്ണമായും അത് പാലിക്കാത്ത സാഹചര്യങ്ങൾ ഉൾപ്പെടെ പാലക്കാടുണ്ടായി. കാരണം നമുക്കറിയാം, ഈ മഴക്കാലത്ത് തന്നെ നിരവധിയായിട്ടുള്ള അപകട മരണങ്ങളാണ് പാലക്കാട് ഇത്തരത്തിൽ പുഴയിൽ വീണ് കാല് തന്നെ വീണും കുളിക്കാനിറങ്ങിയും ഒക്കെയായി ഉണ്ടായത്. ആ പശ്ചാത്തലത്തിൽ ഗൗരവത്തോടു കൂടി കാണണമെന്നാണ് ഇപ്പോൾ ഈ മലമ്പുഴ ഡാം തുറക്കുമ്പോൾ നൽകുന്നത്. 5 സെന്റിമീറ്റർ വീതം. എത്ര മണിക്കാണ് ഡാം തുറക്കുന്നത്? ആളുകളൊക്കെ അവിടെ വന്ന് കൂടിയിട്ടുണ്ട്. ഇത് ഈ തുറക്കുന്ന കാഴ്ച കാണാനായിരിക്കുമല്ലേ? തീർച്ചയായും അതുതന്നെയാണ്. 10:30 തുറക്കുമെന്നാണ് അറിയിച്ചത്. അതായത് നിലവിൽ 10 മണിക്കാണ് ആദ്യം തുറക്കുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ അത് നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുള്ള സമയമെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ 10:30 ഇപ്പോൾ ഡാം തുറക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇവിടെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി, ഇവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്താനൊക്കെ വേണ്ടി. കാരണം അതൊരു ആളുകളെ സംബന്ധിച്ച് അതൊരു കൗതുകമുള്ള കാഴ്ച കൂടിയാണ്. ഇവിടെ നിന്ന് ഇത് പകർത്തുന്നത് സേഫ് എങ്കിലും ഇതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഈ പുഴയുടെ ഓരത്ത് താമസിക്കുന്നവരും അത് കാണാൻ വേണ്ടി ആ പ്രദേശത്തേക്ക് പോകുന്നതും ഒക്കെ വളരെ അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് അതിന് തയ്യാറാവരുതെന്ന് മലമ്പുഴ ഡാം തുറക്കുന്ന സമയത്ത് നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക്, വാർത്തയിലേക്ക് തിരിച്ചെത്തും. ഏതായാലും അവിടെ ആളുകൾ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. മലമ്പുഴ ഡാം തുറക്കുമ്പോൾ പുഴയിലെ വെള്ളം അധികമാവുകയും അതിൻ്റെ കരകളിലേക്ക് വെള്ളം കവിഞ്ഞെത്തുവാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആളുകൾ ശ്രദ്ധാപൂർവം, ജാഗ്രതാപൂർവം അവിടെ തുടരണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ആ ഡാം തുറക്കുന്ന മുറയ്ക്ക് അതിലേക്ക് നമ്മൾ ആ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും എത്തും. അജിത് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ മലമ്പുഴയിൽ നിന്ന്.